എല്ലാരും സാനിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വൈബ് തന്ന come on. Shake it up, shake it up. മോർണിംഗ് നമ്മളിപ്പോൾ ആക്ച്വലി ഡ്യൂ ഡ്രോപ്പ് റിസോർട്ടിലാണ്. ജസ്റ്റ് റീച്ച് ബൈ 7:30. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണേ. ഒരേ വർഗം വേറെ സെയിം വർഗത്തിന് തപ്പണ്. അതെ, കാണുന്നില്ല. പക്ഷേ സാനിയുടെ കൂട്ടുകാരൻ അവിടെ നോക്കി എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാണില്ല, നിങ്ങൾ കൂട്ടുകാരാണ്. നിങ്ങൾ കൂട്ടുകാരെ കാണില്ലേ? ബെസ്റ്റ് ഫ്രണ്ടാണ് കിടക്കുന്നത്, പാർക്ക് കളിക്കണത്. ഒരെണ്ണം ഇവിടെ നിക്കുന്നുണ്ടല്ലോ, കറുപ്പം കറുപ്പ് വിട്ട്. എങ്ങനെയുണ്ട് നോയലെ? അതെ, അവരെ കാണാനിട്ടാ. എവിടെ എങ്ങോട്ടാ പോണെന്നൊരു പിടുത്തമില്ല. റേഞ്ചില്ല, ഒന്നുമില്ല. ഞങ്ങൾ പോകുന്നുണ്ട്. ഈ ചവിട്ടിച്ചോട്ടെ എങ്ങോട്ടടി പോണ പുല്ല്. എനിക്ക് പേടിയാണ്. ആ കാടിന്റെ എൻഡ് കണ്ടുപിടിച്ച പണ്ടാരം. ഞാനില്ല നിന്നെ കൊണ്ടുവന്ന റോഡ് മാപ്പ്. കാട്ടിക്കൂടെ നടന്ന പശുവിനെയും ശില്പനെയും കണ്ട് ശില്പനെ ഇപ്പൊ കാണാനില്ല. വാട്ടർ ആക്ടിവിറ്റീസിന് പോവാം. ഡേ 1 നമുക്കിപ്പോ ആക്ച്വലി വാട്ടർ ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് എന്തൊക്കെയാ വരുന്നത്? റിവർ റാഫ്റ്റിംഗ്, പിന്നെ സിപ്പ് ലൈൻ ഉണ്ട്. ഇതിന് ഈ പൊരിഞ്ഞ വീരത്താണ് മറ്റു പണ്ടാരുള്ളത്. നമുക്ക് നാളെ പൊരിഞ്ഞ വീരത്താണ് സെന്റ് മേരീസ് ഐലൻഡിൽ പോകാൻ പോണത്. എനിക്ക് അങ്ങോട്ട് ഫോൺ എടുക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. ബട്ട് എനിവേ ലെറ്റ്സ് സീ. ഇവിടെയാണ് നമുക്ക് സിപ്പ് ലൈൻ ഉള്ളത്. ആൻഡ് റിവർ റാഫ്റ്റിംഗ് ആൻഡ് എവറിത്തിങ് ഇസ് ദെയർ. ഫുൾ സെറ്റാണ്. ബട്ട് ദെൻ എന്താണത്? വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെയാണ് നമുക്ക് റിവർ റാഫ്റ്റിംഗ്. ബട്ട് ദെൻ ഫോൺ എടുത്തോണ്ട് പോയി റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യം എനിക്കില്ല. കിടന്നുറങ്ങുന്നവരൊക്കെ വെള്ളം കോരി എഴുതി ചെയ്തേനെ. ഞാനില്ലട്ടോ സോർബിംഗ് ഉണ്ട്. ആക്ച്വലി സോർബിംഗ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. വെയിലിന് ക്ഷമനം സാധനം നോക്കി. जाओ तुम भी जाओ, मैं निकलता हूँ. കുറെ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല.
ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. 500 rupees റിവർ റാഫ്റ്റിങ്ങും ഓഫ് റോഡും കിട്ടി. ഉടലൊക്കെ പുറത്തോട്ട് വയ്യ, ചെവി കേട്ടൂടാ. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഷൂട്ട് ചെയ്യാനായിട്ട് 1200 rupees ചോദിച്ചു. അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വീഡിയോ ഫോട്ടോസോ വേണം എന്നാണെങ്കിൽ 1200 rupees കരുതി കൊണ്ട് തരിക. പക്ഷെ അതിജീവിച്ചു. കണ്ടില്ലേ മുടിയൊക്കെ ഇരിക്കണം. ആഫ്റ്റർ എഫക്ട്. ഞാൻ കരഞ്ഞില്ല, വിളിച്ച് ഇങ്ങനെ വെറുതെ കരഞ്ഞില്ല. എങ്ങനെ ഉണ്ടായിരുന്നടാ? എങ്ങനെ ഉണ്ടായിരുന്നു? റെഡിയല്ലേ? പാസ്തയും ഇഡലിയും പോലെ ഇതും ആവൂന്ന് തോന്നുന്നുണ്ടോ? അയ്യോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. വിശന്നിരിക്കുകയാണ് എല്ലാവരും. ചാർജും ഇല്ല. നമ്മുടെ റൂമൊക്കെ സെറ്റായി. ഇതാണ് നമ്മുടെ ഗേൾസിന്റെ കോട്ടേജ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ലുക്സ്. ഹലോ ഗൈസ്. ബിജെട്ടോ ന്യായം. എടാ ഉദ്ദേശിക്കണ താരാട്ട് പാടാൻ പോണ. ഗോൾഡൻ ടെമ്പിൾ മാത്രമേ പകുതി വരുത്തിയിട്ടുള്ളൂ. ഇനിയുണ്ട്. Happy lover, this is song for you boys. We don't have choice. ഒന്ന് സാനിയ നീ ഫോട്ടോ എടുത്തോട്ടോ. ഞാൻ എടുത്തോടുക്കൂല കേട്ടോ. ഞാനൊന്ന് എടുത്തോട്ടെ. ഹായ്, ഡേ 2. നമ്മളിപ്പോൾ ആക്ച്വലി റൂമിൽ നിന്ന് വെക്കേറ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഗോകർണിലോട്ടാണ് ഇനിയിപ്പോൾ പോകാൻ പോകുന്നത്. ഇവിടുന്ന് ഒരു 4.5 hours ട്രാവൽ ഉണ്ട് നമുക്ക് ഇവിടുന്ന്. ഫസ്റ്റ് കേവ്സിലോട്ടാണ് പോകണമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് എന്താ നമുക്ക് പ്ലാൻ ഒന്നും അറിയത്തില്ല. എന്തായാലും ഇന്ന് രാത്രി തന്നെ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോവും എന്നാണ് അറിയാൻ പറ്റിയത്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. കേവ്സിലോട്ട് ആദ്യം ഫോർട്ടിലോട്ടാണ് പോകുന്നത്. ഫോർട്ടിലോട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കോലത്തിലൊക്കെ ഞാൻ വന്നിരിക്കണത്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് മാറ്റാൻ. മേഘന സുന്ദരിയായിട്ടുണ്ടല്ലോ. ആ ഓ സെറ്റ് ഡണ്ടിലിന്ന് പോയല്ലേ. അവിടെ കുറച്ച് 6 ഉണ്ട് അവരുടെ. ബിന്ദു ഇല്ല. വെൽക്കം
വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എടി ഇതല്ലാട്ട ഫോർട്ട് എല്ലാം കൂടി വരും. എന്താ പ്രത്യേകത? പ്രാവിലെ കൊച്ചാണ്ട് കൊച്ചിന്റെ കയ്യിൽ സമാധാനം. പ്രാവ് സിഗ്നിഫൈ സമാധാനം. ആ ജിമിക്കിയാണ്. ജിമിക്കി ലിപ്സ്റ്റിക് ഇട്ട് ജിമിക്കിട്ട മാധവനെ കണ്ടു. മുർജാൻ ഫോർട്ട് അങ്ങനെയാണ്. ഉറപ്പാണ്. ഗൂഗിൾ ചെയ്താ നീ. എനിക്ക് ഉറപ്പാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ആത്മവിശ്വാസം ഇല്ലേ? പക്ഷെ ഇപ്പൊ ഈ ആ സൗണ്ട് ആണെങ്കിൽ അത് ജേക്ക് നന്ദന സുമേഷ് ഓ മോനെ തീ 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 ഫോർട്ട് കാണാൻ വന്നപ്പോ പറ്റില്ല. ജിമിക്കിട്ട മാധവനെ കാണാൻ പറ്റി. പിന്നെ സീനായിരുന്നു. ആരെങ്കിലും ഇനി മിർജാൻ ഫോർട്ടിൽ വരുന്നുണ്ടെന്നാണെങ്കിൽ ഡു വിസിറ്റ്. അതെ, മുമ്പിലുള്ള പള്ളിയിൽ. അതെ, പള്ളിയുണ്ട് അവിടെയാണ്. എന്താണ് ആ പള്ളിയുടെ പേര്? ഓ പൊടിഞ്ഞ വീടാണ്. അതൊന്നും പറഞ്ഞൂടെ കേറിപ്പോയതുള്ളു. ഓ ആക്ച്വലി അവിടെ നിന്ന് ചെറിയ വെട്ടം അടിക്കോളൂ. വെട്ടത്തിന് വരെ മറ്റേ തീപ്പന്തൊക്കെ ഉണ്ടാവും. അതിനുള്ള ആരെങ്കിലും ഉണ്ടാവോ? ഇപ്പളാ കൊണ്ടുപോയിട്ടെ ഒരാളാവും. പണ്ട് വെട്ടത്തിന് വേണ്ടി അപ്പൊ എന്തോ ദീപം കത്തിച്ചിട്ട് അയ്യോ അതാണ് കാര്യത്തിൽ പറയാൻ തീ എങ്ങനെ കുത്തി വെക്കോടാ. അതാണ് സംഭവം. ഇവിടെ നിനക്ക് എത്തിനിക്ക് ആ യെസ് യെസ് ഡെഫിനറ്റ്ലി. അവിടെ നല്ല ഫോട്ടോ. സുഭാഷ ഗുണ കേസ്. അതെ അതാ ഗേറ്റ് കാണാ. ആ നീ പോട്ടോ. നോക്കിയാ അവിടെ നിക്കണ ചേട്ടൻ പറഞ്ഞു ഇത് വെച്ച് പഴയ ആൾക്കാരെയൊക്കെ വെള്ളമൊക്കെ നിറച്ച് കൊല്ലാനായിട്ട്. വെള്ളം നിറച്ച് കൊല്ലാനാ? വെള്ളം ഒഴിക്കുന്നു അവരൊക്കെ. കാണൂലടാ. 5-6 ടോർച്ചടിച്ചാ കാണും. അങ്ങോട്ടൊരു വളവാണ്. ആ വളവ് കഴിഞ്ഞൊന്നുമില്ല. കണ്ട എങ്ങനെയുണ്ട്? ഓ ഇന്നയാ സോറി. അയ്യോ ഗൈസ്, നല്ല സ്ഥലമാണ്. പക്ഷെ വൈകുന്നേരം മാത്രം മസ്റ്റ് വിസിറ്റ്. ഉച്ചക്കാരും വരരുത്. എങ്ങനെയുണ്ട്? ഞാൻ എപ്പോഴും സ്ഥലമല്ലേ? ഓ റിയലി ഹോട്ട്. എങ്ങനെയുണ്ട്? മൂട് സ്ഥലം കരിഞ്ഞു ഉണങ്ങി. ഇനി കോളേജിൽ ചെല്ലുമ്പോ പരിപ്പോടെ ആയിട്ട് ഫെയർവെല്ലിൽ ഞങ്ങൾ കരിഞ്ഞായിരിക്കും ഇനി പോകുന്നത് ഗൈസ്. എങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോണത്? ഓം ഓം വൈപടിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇവരാ കല്ലിന്റെ പുറത്തുണ്ടായിരുന്നു. പിന്നെ തൊഴുന്ന് ഇറങ്ങിയത്. അതൊക്കെ എടുക്കാനുള്ള ഒരു ബോധം എനിക്ക് ഉണ്ടായിരുന്നില്ല. കിട്ടിയത് കിട്ടി. ഇവിടെ ഫുള്ള് ഭയങ്കര വലിയ വേവ്സ് ഉണ്ട് തന്നെ. ആ വലുതാണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് 50 മില്യൺ ഇയർ ഓൾഡ് പഴക്കമുള്ള 50 or 80 സംതിങ് ഇയർ ഓൾഡ് പഴക്കമുള്ള ഒരു ഐലൻഡിലോട്ടാണ്. ഷെൽബീസ് അല്ലെങ്കിൽ കോക്കനട്ട് ഐലൻഡ് എന്നറിയപ്പെടുന്ന സെയിന്റ് മേരീസ് ഐലൻഡിലോട്ടാണ് ഇന്ന് പോകാൻ പോകുന്നത്. ഡേ 4 ട്രിപ്പിന്റെ. നമ്മളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഉടുപ്പിയിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇനി മാൽപ്പിയിലോട്ട് പോയിട്ട് ദെൻ അവിടെ നിന്ന് ഒരു 30 minute റൈഡ് ഉണ്ട് ബോട്ടിന്. അങ്ങനെയാണ് നമ്മൾ ഐലൻഡിൽ എത്തിപ്പെടുന്നത്. ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ്, നിങ്ങൾക്ക് ID കാർഡ് ഉണ്ടെന്നാണെങ്കിൽ യു വിൽ ഗെറ്റ് കൺസെഷൻ എമൗണ്ടിൽ. അല്ലെങ്കിൽ ഐ ഗെസ് ഇറ്റ്സ് അറൌണ്ട് 300 rupees ടിക്കറ്റിന്.
അങ്ങനെയാണ് നമ്മളവിടെ എത്തിപ്പെടുന്നത്. ഇപ്പോൾ എല്ലാവരും എണീറ്റ് വരുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് ഇറങ്ങാൻ. നമുക്ക് ആരൊക്കെ എണീറ്റിട്ടുണ്ടോ നോക്കിയിട്ട് വരാം. നമ്മളിപ്പോ ആക്ച്വലി മാൽപ്പി ബീച്ചിൽ എത്തിയേക്കണത് ടിക്കറ്റ് എടുക്കാനായിട്ട് സാറും എല്ലാവരും പോയേക്കണാണ്. ഐ മീൻ സാറും ടൂർ ഗൈഡും കൂടി പോയേക്കണാണ്. വി വോണ്ട് ടു എന്താ പറയാ കുറച്ചിടത്തേക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ടൈം തന്നേക്കണാണ്. ഒന്നുമില്ല. എടാ ഇതെന്താണ് കൊച്ചും കൂടി മിക്സ് ചെയ്ത പോലെ ഉണ്ട്. നട്ടപ്ര വെയിലത്തൊക്കെ വന്നെങ്കിൽ ഹോട്ടലിൽ പോയതിനേലും കരിഞ്ഞു കിട്ടിയാനെ. വെയിലില്ല. ശല്യം പറയാം. സെന്റ് മേരീസ് ഐലൻഡ് സീനാണ്. ഇതാണ് ഐലൻഡ് കണ്ടോ, കൊറേ ഓക്കെ കാണിക്കല്ലേ. ആ ദൂരത്ത് കാണുന്ന കുറെ തെങ്ങുണ്ടല്ലോ, ആ ദൂരത്ത് കാണുന്ന തെങ്ങാണ് സെന്റ് മേരീസ് ഐലൻഡ്. ഫോട്ടോ എടുക്കണം പോകാൻ. ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുമ്പോ ടാഗ് മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ എന്നാ പറഞ്ഞേക്കണ ആദർശ് സാറ് പോയിട്ട് കൊച്ചി ബീച്ചിന്റെ വൈബാണ്. അതെ ഞാൻ പറഞ്ഞു, പോയിട്ട് പറയാം. ശ്രീലക്ഷ്മി എന്താണ് പാത്തു ഓണല്ലേ? ഒരു കട്ടലിട്ട് പുറകുറ ഇൻ കേസ് ആരെങ്കിലും ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈസ് വരുന്നത് ₹350 ആണ് എൻട്രി ഫീസ് ആയിട്ട് വരുന്നത്. നമുക്കിപ്പോൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഇൻ കൺസെഷൻ ₹300 നമുക്ക് ടിക്കറ്റ് കിട്ടും. ശ്രീലക്ഷ്മി ക്യാമറമായി എസ്തെറ്റിക് ഐറ്റംസിൽ നടക്കുന്നു. ബിന്ദുവിനെ കിട്ടിയാ? ബിന്ദു എന്താണെന്ന് എനിക്ക് അറിയാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു കൊടുത്തേ. ബിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കോക്കോളയില് ചാറ്റ് മസാല ഇട്ട് ഫ്ലേവർ ഇട്ട് കുലുക്കി തന്നെ ഒരു സാധനം. പിന്നെ പൊളിയല്ലേ പൊളി. അവൻ കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചു. എപ്പൊ കുടിച്ച്? നമ്മളന്ന് മറ്റേ ഫസ്റ്റ് ദിവസം വന്നപ്പോ ചവിട്ടിയില് ലൈം ഫ്ലേവർ ഉണ്ട്. ലൈം അടിച്ച മൂടാണ്. चमकते हो नेशनल ട്രാൻസ്ഫർ നെക്സ്റ്റ് ഇനി അടുത്ത ബോട്ട് ഇത് വേറെ ഡബിൾ ബോട്ട്. അതെ നോക്കിക്കാറേ. ചെരുപ്പൂരിട്ട് വേണം ഇറങ്ങിപ്പോയി. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ.
വെൽക്കം ടു സെന്റ് മേരീസ് ഐലൻഡ്. സാറിന്റെ ചളിയിലാണ് വ്ലോഗ് മുന്നോട്ട് പോയില്ലെന്ന് സ്പോട്ടിലൊക്കെ പറയൂ സാർ. മിസ്സിനായാലും പറയാം സെന്റ് മേരീസ് ഐലൻഡിനെ കുറിച്ച്, ജോയിനെ കുറിച്ചോ? ആ നടക്കൂ ഗൈസ്, നമ്മൾ സെയിന്റ് മേരീസ് ഐലൻഡിൽ വന്നേക്കാണ്. അപ്പൊ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും നിങ്ങളുടെ ജീവിതം പാഴാണ്, നിങ്ങൾക്കൊരു സന്തോഷമില്ല എന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജോയിയുടെ വീട്ടിൽ ആരാണ് കക്കാൻ പോയത്? ജോയിയുടെ വീട്ടിൽ ആരാണ് കക്കാൻ പോയത്? ഇല്ല, കമ്പാരിസൺ. Because comparison is the thief of joy. മൊജിറ്റോ. വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് വന്ന് കാലുറ്റി അല്ല മിത്ര ട്രാവൽസ് ആയിരിക്കും പറയുന്നത്. മിത്ര ട്രാവൽസ്. വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിലല്ലേ, ഇന്ത്യയിൽ കാലുറ്റിയ സ്ഥലമാണെന്നൊക്കെയാണ് ഇങ്ങനെ പറയണത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണത്, വായിക്കാൻ മടി കാരണം ഞാൻ പോണു. വന്നാ വെയിലത്ത് തന്നെ ഞങ്ങളെ പോലെ കരിഞ്ഞിട്ട് പോയാൽ എന്റെ ജോലി കുടുംബം ഇങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ആണെന്നാണ് തോന്നണത്, എനിക്കില്ല. സമന്ത 2.0 ആണ് കഴിച്ചത്. സമന്ത കേക്കട്ടെ, തൂങ്ങിച്ചോ. എല്ലാം അറിയാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് പുറകെ പോയി. പക്ഷെ അയാൾക്കൊന്നും ഞങ്ങളെ തേറ്റ് ഒട്ടിച്ച് മുന്നേ നടന്ന്. പക്ഷെ ഒന്നും അറിയാൻ പാടില്ലെന്ന് ഇപ്പഴല്ലേ മനസ്സിലായത്. വെയിലത്ത് പോയി കരിഞ്ഞ കേസ് ഒരു റീലെടുക്കാൻ. എടാ ഇവിടെ ഒന്നുമില്ല, ഇവിടെ കുറെ കല്ല ഉള്ളത്, കുറെ തെങ്ങുണ്ട്, ഇലയുണ്ട്. വേണമെങ്കിൽ മാത്രം വന്നാൽ മതി. ഓപ്ഷന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സൺസെറ്റും കാര്യങ്ങളൊക്കെ പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ വരരുത്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താ സാർ പറഞ്ഞത്? കൊക്കക്കോള, പെപ്സി, ബാക്കി പറഞ്ഞായി. ഇടുക്കി തിമിർത്ത്. എനിക്ക് വെയില് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയില് നല്ല നെയ്യുള്ള മീനാണ്. എനിക്ക് സോഡ സർബത്ത് വേണം. വേണോ? അവിടെ നിന്നാണോ? അവിടെ ഉപ്പ് കലക്കി തന്നെ. ഇനി കടൽ മൊത്തം ഉപ്പല്ലേ, അപ്പൊ വീട്ടിൽ കൂടെ ഉപ്പുണ്ടോ? ആദർ സാറിന്റെ ചളിയായിരിക്കും. ഇൻസ്പിറേഷൻ ആണ്. നമ്മൾ 4 days പാക്കേജ് ആയിരുന്നു. ഐ വിൽ ഷെയർ ദ ഫുൾ ഡീറ്റെയിൽസ് ബൈ ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. പൃഥ്വിരാജ് ആരാണെന്നറിയോ? ബിജു മേനോൻ ആരാണെന്നറിയോ? ഫ്രീ പ്രൊമോഷൻ ആരെങ്കിലും ചെയ്തുതരോ? ക്ലബ് മിത്ര ഹോളിഡേയ്സ് ആണ് നമ്മളെ കൊണ്ടുപോയത്. 3-4 ദിവസം സഹിച്ചത്. റഫീഖ ഇതിപ്പോ എത്രാമത്തെ ട്രിപ്പാ? എന്തോ അടിപൊളിയായിരുന്നു, നന്നായിരുന്നു, പൊളിച്ച്. ആ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? അമീനും ഷെഫീഖും. രണ്ട് ചേട്ടന്മാരെ നമ്മളെ ഫുള്ള് ട്രിപ്പ് കൊണ്ടേ നടന്നത്. എടാ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നടാ? അടിപൊളി. ടൂർ ഗൈഡ് പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേര് എടാ നേരെ ചത്ത. എങ്ങനെ ഉണ്ടായിരുന്നു? ബിന്ദു അഞ്ചരക്കത്തെ ട്രെയിൻ 5:26
ഞാൻ ആ പട്ടിണിയൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി പാക്കേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഞാൻ ബൈ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ എല്ലാം ഫുൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് സെറ്റാക്കി തന്നത് മിത്ര ട്രാവൽസ് ആണ്. നമ്മൾ പാക്കേജ് എടുത്താൽ പോയത് പെർ പേഴ്സൺ 6,750 ആണ് ആയത്. അല്ലാതെ അഡീഷണൽ എക്സ്പെൻസസ് ഒന്നും ഈ ട്രിപ്പിന് വേണ്ടി ആയിട്ടില്ല. നമ്മളൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. നമ്മൾ ആകെ ഇവിടെ നിന്ന് പോയപ്പോൾ എന്ന് വെച്ചാൽ ട്രെയിനിലുള്ള ഫുഡും തിരിച്ചു വന്നപ്പോൾ ട്രെയിനിലുള്ള ഫുഡും മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ ആ പാക്കേജിൽ. ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾക്ക് വന്നിട്ട് 4 days ട്രിപ്പായിരുന്നു. ഫസ്റ്റ് ഡേ വന്നിട്ട് ട്രാവലിൽ പോയി. ട്രാവൽ ഒരു 1:45 ഉച്ചക്ക് 1:45 നമുക്ക് സൗത്തിൽ നിന്നായിരുന്നു ട്രെയിൻ. നമ്മളൊരു നൈറ്റ് 10:30 കൊണ്ട് മാംഗ്ലൂർ എത്തി. അവിടെ നമുക്ക് ബസ് ഓൾറെഡി അറേഞ്ച്ഡ് ആയിരുന്നു പാക്കേജ് ആയതുകൊണ്ട്. ദെൻ അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്തു. ഒന്നും അറിഞ്ഞിട്ടില്ല, കിടന്നുറങ്ങി. പിന്നെ ഫുൾ വൈബ് ഡിമോർക്കോ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരു വിഷ്വൽ അതിൻ്റെ ഇടയിൽ വന്നോ ഇല്ലയോ എനിക്ക് ഓർമ്മയില്ല. രാത്രി ഏകദേശം ഒരു 1:30 കാണും. വൈബ് അടിക്കാനെന്നും പറഞ്ഞ് സാറ് കൊണ്ട് ബീച്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചില്ലടിച്ചാണ് പോയ പോക്ക്. ഒരു മോർണിംഗ് 7:30 കൊണ്ട് നമ്മൾ ഡണ്ടേലിയിലെത്തി. ഡണ്ടേലിയിൽ ഡ്യൂ ഡ്രോപ്പ് എന്ന് പറയുന്ന റിസോർട്ടിലായിരുന്നു സ്റ്റേ. ഇറ്റ്സ് ടു ഗുഡ്. അവിടെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 4 ആക്ടിവിറ്റീസ് നമുക്ക് ഓൾറെഡി പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇതാണ് ഞാൻ പറയാൻ വന്ന പേഴ്സണൽ എക്സ്പെൻസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി പാക്കേജിൽ ഇത്ര ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആയിരുന്നു. എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അഡ്വഞ്ചർ റാഫ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും എടുത്ത് ചാടി. അതിന് ഞങ്ങൾക്കൊരു പെർ പേഴ്സൺ 500 rupees വെച്ചാണ് പൊട്ടിയത്. ദെൻ നമുക്ക് അല്ലാതെ വേറെ അഡീഷണൽ എക്സ്പെൻസസ് ആയിട്ടില്ല. ദെൻ അത് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ അന്നൊരു ദിവസം സ്റ്റേ ചെയ്ത് പിറ്റേന്ന് നമ്മൾ ഗോകർണിലോട്ട് രാവിലെ പോയി. അവിടെ നിന്ന് നമ്മൾ മിർജാം ഫോർട്ട്, ഓം ബീച്ച്, കേവ് ഉണ്ടായിരുന്നു. കേവ് ഞങ്ങൾ പക്ഷേ സ്കിപ്പ് അടിച്ചു. അവിടെ ഞങ്ങൾ പോയില്ല. ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഫുഡ്സും കാര്യങ്ങളൊക്കെ എല്ലാം മൈൻഡായി തന്നെ നമ്മൾക്ക് പാക്കേജിൽ സെറ്റായി പോയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ദെൻ അവിടെ നമുക്ക് എക്സ്പെൻസസ് ഒന്നും ആയിട്ടില്ല വേറെ. പിന്നെ വന്നിട്ട് 3rd day മാൽപ്പിയിലാണ് പിന്നെ വേറൊരു എക്സ്പെൻസ് വന്നത്. ഒരു 300 rupees ആയിരുന്നു. ആക്ച്വലി 350 ആണ്. ബട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് കൺസെഷൻ ഉള്ളതുകൊണ്ട് 300 rupees കിട്ടി. അത് മാൽപ്പിയിൽ സെയിൻറ്റ് മേരീസ് ഐലൻഡിൽ വിസിറ്റ് ചെയ്യാനുള്ള ബോട്ട് ഫീ ആയിരുന്നു ആക്ച്വലി. അങ്ങനെ ഈ ഒരു 500ഉം ഒരു 300ഉം ആണ് നമുക്ക് ആകെ എക്സ്ട്രാ ആയത്. അതും പേഴ്സണൽ വിഷിലാണ് നമ്മളത് പോയത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ പോകാണ്ടിരിക്കാം. പക്ഷെ നമ്മൾ പൈ പിടിക്കാൻ വേണ്ടി നമ്മൾ പോയപ്പോൾ ഇത്രയും 2 കാശ് ഇങ്ങനെ പൊട്ടി, അത്രേ ഉള്ളൂ. ട്രാവൽ ഗൈഡൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. അൽത്തഫ് എന്നായിരുന്നു ആളുടെ പേര്. ഹി ഡൺ എ വെരി ഗുഡ് ജോബ്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ബേസിക്കലി നമ്മൾ ഇവിടെ നിന്ന് കയറിയിട്ട് തിരിച്ചു വന്നവരെ നമ്മളൊരു കാര്യം അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല. ഇൻ കേസ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാലും പുള്ളി അപ്പോൾ എല്ലാം സെറ്റാക്കി തരുമായിരുന്നു. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഓൺ ബ്രദർ കൈൻഡ് ഓഫ് വൈബ് ആയിരുന്നു മൊത്തത്തിൽ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ആക്ച്വലി എനിക്ക് വരെയൊക്കെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ചില സമയത്ത് വെച്ച് എൻ്റെ ഫോൺ ചത്തുപോയി. ചില സമയത്ത് ഞാൻ എന്ന് പറഞ്ഞ് നടന്നപ്പോൾ എടുക്കാനും മറന്നുപോയായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.